ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോയുമായി ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഒരു വ്യക്തി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നു. ഈ വ്യക്തി പങ്കുവച്ച കാര്യം ഇതാണ്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ വലിയ തകർച്ചയിലൂടെയും വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ദൈവാനുഭവം, ഒരു ദൈവാനുഗ്രഹങ്ങളൊന്നും സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തി. അത് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു വ്യക്തിയെ പാപത്തിലേക്ക് നയിച്ച ഒരവസ്ഥയാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, അത് കഴിഞ്ഞ് ഞാൻ ധ്യാനമൊക്കെ കൂടി കുമ്പസാരത്തിലേറ്റ് പറഞ്ഞ് ഞാനൊരു വിശുദ്ധ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് ഈ പ്രതിസന്ധി വരത്തില്ലെന്ന് ഈ വ്യക്തി പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു വചനം തന്നു. യൂദാസ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം വചനമിതാണ്: മോശയുടെ ശരീരത്തെ ചൊല്ലി മിഖായേൽ ദൂതൻ പിശാചുമായിട്ട് തർക്കിക്കുന്ന ഭാഗമാണ്. നിങ്ങളെല്ലാവരും ഇത് വായിച്ചിട്ടുള്ളതാണ്. മോശ ഭൂമിയിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു. ദൈവവുമായിട്ട് മുഖാമുഖം സംസാരിച്ച പ്രവാചകനായിരുന്നു. മോശയുടെ കരങ്ങൾ വഴി കർത്താവ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ മോശയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മോശ കർത്താവ് പറഞ്ഞത് അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ചു. അതിൻ്റെ പേരിൽ ഈ പിശാച് മോശയുടെ ശരീരത്തെ ചൊല്ലി മോശയുടെ ശരീരം വേണമെന്ന് പറഞ്ഞ് മിഖായേൽ ദൂതനുമായിട്ട് തർക്കിക്കുന്ന ഒരു ഭാഗമാണ് ഈ വചനത്തിലുള്ളത്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു എന്നത് ഇത്രമാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ പാപാവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, അല്ലെ നമ്മൾ മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടി ചെന്ന് കുമ്പസാരിക്കും, വൈദികൻ നമുക്ക് പാപമോചനം തരും, നമ്മളതിന് പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തി ചിലപ്പോൾ മാനസാന്തരപ്പെടാതെ ആ പാപം ചെയ്ത് ആ പാപത്തിലൂടെ ആയിരിക്കും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ മണി ചെയിനൊക്കെ എന്ന പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ ഒരാളെ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും. അതിനുശേഷം ആ വ്യക്തി മറ്റൊരാളെ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും. ഇതുപോലെ നമ്മളൊരു വ്യക്തിയെ പാപത്തിലേക്ക് നയിക്കുമ്പോൾ ആ വ്യക്തി ആ പാപത്തിൽ തുടർന്നു പോയി മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് പിശാചിന് സ്വാധീനം ചെലുത്തുവാനൊരു കാരണമാക്കി ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആരെങ്കിലും അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ഏതെങ്കിലും അവസ്ഥകൾ എന്നിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. നിങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ആ വ്യക്തികൾക്ക് വേണ്ടി അല്ല സാഹചര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അനുദപിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിലൊക്കെ ഒത്തിരി പാപാവസ്ഥയിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയോട് എപ്പോഴും പറയും, ഈശോ എനിക്ക് അഭിഷേകം വേണം. എന്നാൽ ഇതിൻ്റെ ഇരട്ടി പങ്ക് ഞാൻ വഴി ഏതെങ്കിലും വ്യക്തികൾ പാപത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ, പാപത്തിലേക്ക് വീഴിച്ചിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് അഭിഷേകം വ്യാപരിച്ച് അവർക്കൊരു മാനസാന്തരം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ ധ്യാനം കൂടി വിശുദ്ധിയിലാണെന്നും പറഞ്ഞ് മുമ്പോട്ട് പോകും. എന്നാൽ നമ്മൾ പാപത്തിലേക്ക് നയിച്ച വ്യക്തികൾ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരാതിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന ഒരു കുഞ്ഞു കാര്യമാണ്. ഈ കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വലിയ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദർശനങ്ങൾ ഇത് കേൾക്കുന്ന എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.